ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ബാരിസ് പ്രസന്നമായിട്ടാണ്. ബട്ട് ഈസി മോഡിലല്ല, ഹാർഡ് മോഡിൽ. ഹരി ഉണ്ടാവും കണ്ണാളൊക്കെ എടുത്തിട്ട്. നമുക്ക് എന്തെങ്കിലും സമയമൊന്നും പഴക്കണ്ട, ഡയറക്റ്റ് നമ്മൾ പണി തുടങ്ങാം. ഓക്കെ, അതുകൊണ്ടേ ഇതിലൊരു പ്രശ്നം കേസ് നമുക്ക് ഫസ്റ്റ് പേഴ്സൺ സ്ക്രീനിൽ കളിക്കാൻ പറ്റും. ഇതിനൊരു വലിയ ഹാർഡാക്കി മാറ്റുന്നു. പിന്നെ എക്സ്ട്രാ കുറച്ച് തിങ്സ് കണ്ടാ, ഇങ്ങനത്തെ കുറേ കുരിപ്പുകളുണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ മുളിക സാധാരണ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആണ് ചവിട്ടി കയറാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കുഴഞ്ഞ് ഒരു വിധമാക്കിയിട്ടേ അവർ വിടുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത വേരി ചെയ്യാൻ പറ്റുമോ? റോബോട്ട്സ് ഇറക്കണല്ലേ, പപ്പ പിസ ഉണ്ട് ഇതിൽ. പക്ഷെ വൗ ബ്യൂട്ടിഫുൾ. നമുക്ക് അവിടുന്ന് മറ്റേ എതിർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ലാൻഡ് മൈനുമേ ചൂട്ടണ്ടെന്നുള്ളതും സത്യമാണ്. ഡയറക്റ്റ് പോവുക, അടിച്ചിട്ട് പൊട്ടിക്കുക, അങ്ങനെ അത്രേ ഉള്ളൂ. ഇത് ഡിസ്കോ ഡാൻസ് കളിക്കണം. ഇതാണ് കണ്ടാ, കണ്ടാ ഡിസ്കോ ഡാൻസ് കളിക്കും ഇവരൊക്കെ. ലാൻഡ് മൈനുമേ ചൂട്ട് ചെയ്ത് നമുക്ക് ഇതെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മെല്ലെ പോവാ, തട്ടല്ലേ, അടി കണ്ട. ഇതുണ്ടെങ്കിലും മതി. ഹലോ, അത് അറസ്റ്റ് ചെയ്തില്ലേ? വൈ കലങ്ങാൻ പറ്റിയില്ല. റീസ്പോൺ അടിക്കണ്ടേ പണ്ടാറ. ഓക്കെ, സെറ്റ്. അയ്യോ, 2 പോലീസ്, ഒരു തടിയൻ പോലീസും ഒരു മെലിയൻ പോലീസും രണ്ടും കൂടി പിടിക്കാൻ വരുന്നേ. നമുക്കും പോലീസുള്ള ചാൻസ് കിട്ടില്ലേ? നമ്മൾ ചെയ്യും. പിടിക്കല്ലേ, ഞാൻ സോറി. ഇതിനെന്തിൻ്റെ കാടാ? വീണ്ടും റീസ്പോൺ അടിക്കണം. അതൊന്നുകൂടെ വാ അടിച്ചിട്ട്. ബേരി, ഞാനൊരു പാവത്താനാണ്. ഡോൺ ലീവ്. മാം, ഞാനൊന്ന് പോയിക്കോട്ടെ. രാഹുണ്ടാച്ചി, അനക്ക് എന്നെ പിടിച്ചിട്ട് മടുക്കണില്ലേ? ഇതുള്ളിടത്തോളം കാര്യം നമുക്ക് ഈ സർവറിൽ നിൽക്കാനില്ല. ബാക്ക് നമ്മളത്ര പിടിക്കാനുള്ളൂ. ചേച്ചി ഒന്ന് പോവാൻ വേണ്ടി, ഞാനൊരു പാവം കുട്ടിയാണ്. പിന്നിപ്പോൾ ഈ നിരപരാധി പൂച്ചനെ ഇടിച്ച് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കുക. ഇതിലെങ്കിലും നമുക്ക് ചെയ്യണം. നമ്മളെ കൊണ്ടേ പറ്റൂ. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റൂ. അവിടെ ഇപ്പോഴത്തെ ടീച്ചറുണ്ടോ? പോണ്ട. പോലീസേ, ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ അവൻ കുട്ടിയാണ്. ഈ നിരപരാധിയായ എന്നെ ആ തടിയെ പിടിച്ചിടുന്നതാണ്. എന്നൊന്നും ചെയ്യരുത്. ഞാൻ വീണ്ടും അവൻ്റെ
അടിക്കാരും. ആ തടിയനും പോലീസും രണ്ടും കൂട്ടുകെട്ടാണ്. നമ്മളും പോലീസാവും ഒരു കാലത്ത്. അതെന്നാണെന്നൊരു ഐഡിയയുമില്ല ഗൈസ്. ഓക്കെ പ്രാവശ്യമെങ്കിലും ചാവാണ്ടിരുന്നാൽ മതിയെന്ന്. എടാ ഹാൻഡ് കഫ്ഡ് ആയിരുന്നേ അവിടല്ലേ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പറ്റും, എന്നെ കൊണ്ടാവും. പറ്റില്ല. ഈ ഹാർഡ് മോഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ആ തടിയന് ബർഗർ തിന്നു തൊണ്ട നിറച്ച് വന്നിക്കാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഹാൻഡ് കഫ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പറയില്ല. വായനൊന്നും വരുത്തണ്ട. ഡാഡിയുടെ കെട്ടികളോ അവിടെ നിന്ന് കടന്ന് കിട്ടിയ സുഖമായിരുന്നു. പക്ഷെ അതിനാ ലേസർ തമ്മിക്കണ്ടേ. വെറുതെ ഇതിന് ഹാർഡ് മോഡ് തന്നെ പേരിട്ട് പറ്റിയ പേരുണ്ട്. ആ പോലീസ് അതിനൊക്കെ എന്ത് സുഖം. ഹാൻഡ് കഫ് ഇട്ടൊരു ആൾക്കാരനെ വെറുപ്പിക്കുക. ഇതിൽ ഫസ്റ്റ് പേഴ്സണിൻ്റെ ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ പണ്ടാരാവില്ല, ഇതൊന്നും കഴിയൂല. പേര് വരുന്നുണ്ട്. പിന്നാലുണ്ട്, തൊട്ട് പിന്നാലുണ്ട്. ഒന്നും കാണാനില്ല. പിടിച്ച് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തു. ഫൈനലി ഗൈസ് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിങ്ങനെ ഇതിലേക്ക് എത്തിയിരിക്കുന്നു. അതൊരു വലിയ നീണ്ട കഥയായിരുന്നു. അത് നിങ്ങൾ കണ്ടിരുന്നത് ഉറപ്പായും അടുത്തു പോയിരുന്നു. ഓക്കെ അപ്പട്ടൻ ഇനി അടുത്ത ഒന്നും പറയില്ല. എന്തൊക്കെ പ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ പറയുക ഒന്നും പറയാനും പറ്റില്ല. എന്തൊരു അവസ്ഥ. ശവലിട്ടക്ക് എന്തിനാ ശവലെ ചാടിച്ചവലെ മോനെ ആത്മഹത്യ ചെയ്തത്. ശവലിട്ടില്ലോ മതി. തിരക്കില്ല. അയൽവാസി മാമ ഇതിന് ഡ്രാമ ചുറ്റിന് മൊത്തം ഡ്രാമ. അല്ലോ ഓ മൈ ഗോഡ്. എനിക്ക് ഡ്രാമ തരിട്ടവർ. ഓക്കെ നമുക്ക് ഇത്തിരി കറക്റ്റായി ചാടണം. എടാ ഈ വള്ളിയും കൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ലോ. ഹാർഡ് മോഡുണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ. ഇങ്ങോട്ട് എടാ ഇങ്ങനൊന്നും ഏരുന്നില്ലോ. മൊത്തം പ്രശ്നം. എടാ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫസ്റ്റ് പേഴ്സൺ മോഡിന് എന്തായാലും പറ്റില്ല. എടാ എന്താണത് ഫുൾ മതിലൊക്കെ ഈ തിരിയണ പമ്പരം കറങ്ങി ഞാൻ പമ്പരം കറങ്ങി ഞാൻ അവിടെ നീ ഇടിക്കണം മതിലുകളാ. ഓക്കെ ഡമിയം അങ്ങണ്ട പോണ്ട്. അയ്യോ ചത്ത് പറഞ്ഞില്ലേ ഞങ്ങൾ ചാവും ഉറപ്പാ. ആ ടൈം കൊണ്ട് ഓട്ടി പറ്റും
മിസ് ഗൈസ്, ജസ്റ്റ് മിസ് വെച്ചാൽ ജസ്റ്റ് മിസ്. ഓക്കെ മോളി കയറാം. അതാ അവിടെ ഇവിടെ മറ്റും ഉണ്ടാവില്ലേ, ട്രാപ്പ് പ്ലസ് ട്രാപ്പ്. ആ പിടിച്ച് തിന്നിന്നെ, പിടിച്ച് തിന്നി. അവിടെ തുറന്നില്ലേ, തുറന്നു. ഇതാണ് അവിടെ കിടന്നത് തിരിയണത്, മനസ്സിലായില്ലേ? അതൊന്നുമില്ല. അവിടെ ഇങ്ങോട്ട് വരുമോ? അതാ മറന്നാണ്ട് വരുന്നു. കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് പോവില്ലേ? ഇല്ല. പോലെ ബസ് പോലെ ബസ് പോയില്ല. ഇങ്ങോട്ട് അതൊക്കെ എന്ത് ഈസി ആയിരുന്നല്ലോ. ഈ കറങ്ങണ സ്റ്റെപ്പ് റീപ്ലേസ് ചെയ്തപ്പോൾ എന്ത് ഹാർഡായി. സത്യം പറഞ്ഞ കരച്ചിൽ വരുന്നത് കാണുമ്പോൾ. ഇത്രയും ഹാർഡാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല മകനെ. ഇത്രയും ഹാർഡായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കളിച്ചിരുന്നില്ല. ഇത് അങ്ങോട്ടല്ലേ അല്ല ഇങ്ങോട്ട് സ്ഥലം മാറി. അത് ഞങ്ങൾ തന്നെയാണോ ചടിയൊക്കെ? ആണ്. മറ്റേതിൽ ലിഫ്റ്റാണെങ്കിൽ ഇത് ചെയിൻ പിടിച്ച് ചടി കയറി പോവുക, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ കഫറ്റീരിയ അങ്ങോട്ട് പോവാം. അതിലുള്ള തുറക്കണോ? അതിൽ തുറക്കില്ല, അതൊക്കറിയാം. നെയ്യ് തുറങ്ങും തുറക്കുമോ? അതൊക്കെ അറിയാം തുറക്കില്ലാന്ന്. അതൊക്കെ ഉറപ്പല്ലേ മോനെ? എവിടെയൊക്കെ ഇത്ര ഈസിയാക്കിയാ? നമ്മൾ ഇനി ആവും ഫ്ലാഷ് മാൻ. അല്ല ജമ്പാണതിൽ അത് പൊളിക്കൂട്ടാ, അത് പൊളിക്കും. അത് പൊളിച്ച് കേസ്. സ്പീഡിന് പകരം ജമ്പ്, ഐഷോ സ്പീഡിന് പകരം ജമ്പ്. വാവ്, അത് പിടിച്ചില്ല. ഒരു ജ്യൂസ് വീട് കാണിക്കാൻ പറ്റുമോ? ഓഫ്കോഴ്സ്, വൈ നോട്ട്. ലെറ്റ്സ് ഗോ. ഡബിൾ പവർ ആയിക്കോട്ടെ. പണം പോയി പവർ പറ്റേ ഗൈസ്. പക്ഷെ പണമില്ല എന്നുള്ളൂ. പവറുണ്ട് പക്ഷെ പണമില്ല. പിന്നെ ജയിലൊക്കെ ആകുമ്പോൾ എല്ലാം ഫ്രീ ആവേ. എടുത്ത് പോയിട്ട് ബും പക്ക. ഡോറ അതെന്ത് ജന്തുവാണ്? പക്ക ജന്തു. കണ്ണ് കണ്ടൂടെ? പക്ക പറയുന്ന ജന്തുക്കൾ എന്താണ് പൂജി? പക്ക ജന്തു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബക്ക പറയുന്ന എല്ലാ ജന്തുക്കളുടെയും പേരാണ് ബക്ക ജന്തു. ഓക്കെ അടി ചെടിക്കോ. ഓക്കെ ഇങ്ങോട്ട് ലിവർ ഓർക്ക്. എന്തായാലും നമ്മളിനി അവിടെ പോയിട്ട് ലാൻഡ് മൈനിൽ കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരണ്ട. കണ്ടു അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ മകനെ ഇപ്പോൾ തന്നെ? ഓക്കെ നമ്മൾ ഡൈനാമൈറ്റിലൊന്നും ചോട്ടില്ല. നമ്മളിത് ഒരു പ്രാവശ്യം ചാടാണ്ട് ചെയ്യും. അതാണ് നമ്മൾ പവർ. ഡ്രോപ്പി അടുത്ത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലാവ അൺലോക്ക് ആവും. ലാവ ഏതല്ലേ അവിടെ ലേസർ. ഇതും കൂടി മതിയായിരുന്നു. എന്നാൽ പിന്നെ ആ ബേരിനും കൂടി ഇങ്ങോട്ട് കൊടുന്നേക്കായിരുന്നില്ലേ? എന്താ അത് മടിച്ച്? ഇവിടെ നിന്ന് ചത്ത അങ്ങോട്ട് വിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. വീണോ നമ്മളും ചത്ത്. ലാൻഡ് മൈനെ കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരോ? എന്നാൽ ബേരി വേണ്ട, എൻ്റെ ലാൻഡ് മൈനുകൾക്ക് എന്നെ തൊടാൻ പോലും പറ്റില്ല. കണ്ടാ ഞാൻ 1 ഇഞ്ച് അളവിലാണ്, അല്ല 1 ഇഞ്ച് അളവിലാണ് എന്തൊക്കെയാണ് പറയണത്. ഓക്കെ 1 ഇഞ്ച് തെറ്റിയാൽ ഞാൻ ലൈൻ മൈനിൽ ചോട്ടും. 2 ഇഞ്ച് ആക്കിയാൽ എന്താ ഉണ്ടാവുക അറിയില്ല.
അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. ഡയറക്റ്റിൻ്റെ അടുത്ത് അടിയല്ലോ. മൈ ഗോഡ് ഇരി ഉയ് ഓതോ അതാവുക. ഇറ്റ്സ് ബെറ്റർ ദാൻ ആ ഹോബി കൊണ്ടും ചെയ്യൽ. നമുക്ക് ഈ വഴി പോവാം. ഞാൻ അടുത്തുള്ള അവിടെയാണ് നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഇങ്ങനെ പോണതാണ് എളുപ്പം. ഇങ്ങനെ പോണത് എളുപ്പമല്ല, ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ എളുപ്പമാവുക. ഇനിയൊരു ടെക്നിക്ക് ഉണ്ട്, ടെക്നോളജിയാ എന്നോടാ കളി. നമ്മൾ ഈ ബാരി പഠിച്ച സ്കൂളത്തെ ഹെഡ് മാസ്റ്റർ ചെയ്യുന്നില്ല, പക്ഷെ വയസ്സൊന്നും തോന്നിക്കില്ല ഉള്ളൂ. എൻ്റെ മുകളിൽ കൂടി പോയേക്കാൻ പറ്റുമോ നോക്കിയാലോ? ഇല്ല, എന്താ പറയുക, അതൊന്നും പറ്റില്ല. ഇതൊക്കെ നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്ത് തീർത്താം. നമ്മളെ കിടന്ന് കഷ്ടപ്പെടുത്തുക. അധികമൊന്നും കരയേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ചു തിരികുന്നു. വണ്ടി കൈ പിടിച്ച് നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സേഫ്റ്റി വേണ്ടി വരും. അതൊക്കെ തീരെ ഇഷ്ടമില്ല കേട്ടോ മക്കളെ. ഉയ് 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 ഉയ്. എനിക്കത് കാണുമ്പോൾ അധികം പണിയായി തോന്നുന്നില്ല, പക്ഷേ കളിക്കുന്ന എനിക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ ഗൈസ്. എടാ ഇതല്ലേ നമ്മളവിടെ ഉണ്ടായിരുന്നത്. ഇതിനെ കാട്ടിയും പ്രോ ആട്ടാ, ഒരു പേടിയിലുണ്ട് കളിക്കുന്നത്. ഇവിടെ നിന്ന് ചത്താള അവസ്ഥ സ്വർഗം. നമുക്കല്ലെങ്കിലും സ്വർഗം തന്നെ കിട്ടുള്ളൂ. കാരണം നമ്മളൊരു കുറ്റവും ചെയ്യാണ്ട ബേരി മണ്ടൻ നമ്മളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നിട്ടല്ലേ ഒരു പൂച്ച മുന്നിലേക്ക് ചാടിയെന്ന് പറഞ്ഞത്. ഒരു പൂച്ചനെ ദ്രോഹിച്ച് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മരം മൊയന്ത് നമ്മളെ പിടിച്ച് ഈ ജയിലിലിട്ടു. അവൻ എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്തത്? നിങ്ങൾ പറയൂ ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും അതിൽക്കുപരി ഇരട്ടി സ്പീഡായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യത്തെ മറ്റേ ഷെഫ് പോലൊന്നും ഇല്ല. വേഗം ഗണ്ണെടുക്കുക, ഓടുക, മാത്രമേ ഉള്ളൂ. ഓക്കെ, എടുക്കണം. ആ മണ്ടനെ വരാൻ സമ്മതിക്കരുത്. ഇതൊക്കെ നമുക്ക് ഹാർഡ് മോഡൊക്കെ നമുക്ക് ഈസി മോഡ്. പിന്നെ ഒരു കസിൻ ജോയിൻ ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ എങ്ങനെ എൻ്റെ കസിൻ തുടക്കത്തിൽ ഞാൻ അവസാനത്തിലുമായി പോയില്ലേ. പക്ഷേ എന്നാൽ നമുക്ക് നേരെ ചാടാം. എടാ ഇവിടെ കുറച്ചെന്നെ സ്റ്റക്ക് ആയിക്കുന്നുണ്ടേ വീഴുള്ളൂ. എന്താണ് അവർക്ക് ഇപ്പോഴും മാറ്റാനായിട്ടുണ്ട്. ഹാർഡ് മോഡൊന്നും നമുക്ക് വിഷയമല്ല ഗൈസ്. എസ്കിറ്റ് വാവ്. എടതല്ലെങ്കിലും നല്ല പാടാ. ഇതും കൂടി ആയ കഴിഞ്ഞ് കത്തം കണ്ടാ പറഞ്ഞില്ല. അല്ലെങ്കിലും നല്ല ഹാർഡാ. ഓക്കെ, നമുക്കിത് നമുക്കിങ്ങനെ ഓക്കെ നോക്കിക്കാം. ഇതിൽ കൂടെ എൻ്റെ മോനെ എന്നെ കൊണ്ട് ഈ അധികം ഒന്നും പറയിക്കണ്ട ബ്രോ. ക്യാരക്ടറിനല്ല കേട്ടാ, ക്യാരക്ടർ നല്ല കുട്ടിയാ. ഞാൻ ഈ മണ്ടം ലേസറിനോടാ പറഞ്ഞത്. ഇത്ര ദൂരത്തിൽ അവിടെ ഒരു ചെക്ക് പോയിന്റ് അത് പറഞ്ഞാ ദ്രോവി. Oh my god, nothing will happen. Nothing can stop us. Nothing. Okay, nothing. ഇവിടെ എന്ത് ശരിക്കും ഇവിടെയാണ് നമുക്ക് അവൻ്റെ ബോയ്സ് ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല. JK ജസ്റ്റ് എഡിങ്. ഒരെണ്ണം തന്നെ അല്ല ധാരാളം. വാ, ഒരെണ്ണം ധാരാളമല്ല ഗീസ്. ഇതിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക? ഇങ്ങോട്ട് ഞാൻ ഇത്രയും മണ്ടനായി പോയത് എൻ്റെ പ്രശ്നമാണ് ഗീസ്. റിസ്റ്റോക്ക് ഓക്കെ
ഒന്ന് സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ. ഒന്ന് ധാരാളമാണ്, എന്നാലൊന്ന് ഇരുന്നോട്ടെ. ഇനി ഇതന്നെ എടുക്കുക. അവിടെ എടുക്കണം. എടുത്ത് പറഞ്ഞ കേൾക്കുന്നുണ്ട്. നല്ല കുട്ടികളായ ഇങ്ങനെ വേണം. അവിടെ ധൈര്യം എനിക്കൊരു കപ്പലണ്ടിയുടെ ബുദ്ധിയെങ്കിലും ഉണ്ടാ, അല്ല ധൈര്യമെങ്കിലും ഉണ്ടാ. എന്നിട്ട് ഫൈറ്റ് ചെയ്യാം. നേരിൽ പടാ, ഇറങ്ങി വാ. എൻ്റെ അടുത്ത് തീരെ പവറില്ലാത്ത കണ്ണാ, കൊണ്ട് വായ. എനിക്ക് ഒരു പേടിയും കണ്ടിനായിട്ട് ഫൈറ്റ് ചെയ്യാം. നമുക്ക് ഡയറിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാം. ഡിഫീറ്റ് ചെയ്ത് അത്ര ഉണ്ട്. ആദ്യം വേഗം നമുക്ക് പൈസ എടുക്കണം. ലെറ്റ്സ് ഗോ. നമുക്ക് വണ്ടി കയറി പോവാം. വണ്ടി കയറി പോയാൽ അടുത്ത നമുക്ക് റോക്കറ്റിൽ കയറി പോകാം. റോക്കറ്റിൽ പോയാൽ എന്തിന് വേണം? ഓണൊക്കെ ഉണ്ട്. പോലീസ് ജീപ്പൊക്കെ ആകുമ്പോൾ ഒരു ഗുമ്മൊക്കെ വേണ്ടേ? ഇറങ്ങി ചടിക്കോ. ലെറ്റ്സ് ഗോ. ഹെലികോപ്റ്റർക്ക് പറന്നോ. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് വിഷയമല്ല കേസ്. ഹാർഡ് മോഡൊക്കെ നമ്മൾ ഈസി മോഡ് കളി. ഓക്കെ ഗൈസ്, നമ്മൾ ഒരു പോലീസായി മാറിയിരിക്കുന്നു ഗൈസ്. അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റ ആൻഡ് ഗുഡ് ബൈ.